മാത്തുക്കുട്ടിന്ന് വന്നില്ലേ? രാവിലെ വീട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ. ഇന്ന് പെരുന്നാളല്ലേ, വരില്ല എന്ന് പറഞ്ഞിരുന്നു. കച്ചവടം തീരെ മടുപ്പാ, അതാ താമസിച്ചത്. എനിക്കിപ്പോൾ ഇത് കിട്ടിയിട്ട് വലിയ ആവശ്യങ്ങളൊന്നുമില്ല. ഉറുപ്പിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ. വേണ്ട മാഷേ, ഞാനെല്ലാം നിർത്തുക. മോളെ ജോജിയെ കൊണ്ട് കെട്ടിച്ചിട്ട് എല്ലാം അവരെ ഏൽപ്പിക്കണമെന്ന് തീരുമാനിച്ചതാ. പക്ഷെ നമ്മൾ മനസ്സിൽ കണ്ട പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. മാഷേ, ജോജിയുടെ കാര്യം ഓർക്കുമ്പോഴാണ്. വിഷമിക്കാതെ, സത്യങ്ങളെല്ലാം ഉടൻ തെളിയും. ജോജി തിരിച്ചു വരും. മൂത്ത മകൾക്ക് വേണ്ടതെല്ലാം കൊടുത്താ കെട്ടിച്ചു വിട്ടത്. പക്ഷെ ആ ബന്ധം തെറ്റായിപ്പോയെന്ന് പിന്നീടാണ് മനസ്സിലായത്. മതമൊന്നും നോക്കാതെ അർച്ചനയുടെ ഇഷ്ടത്തിന് ജോജിയെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചതാ. നമുക്കറിയാവുന്ന ആളുമായിരുന്നല്ലോ. പക്ഷേ അതും ഇപ്പോൾ നാളെ രാവിലെ മാഷിനെയും കുറുപ്പിനെയും കൂട്ടി ജോയി കോടതി വരും. ഇനിയെല്ലാം മാതാവിന്റെ കയ്യിലാണ്. നമ്മുടെ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ല, ഒരു തെറ്റും ചെയ്യില്ല മാതാവേ. ജോജി, 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 സർ ജോജി, ഒന്ന് മാറി നിൽക്കേ. ജോജി, മാറി നിൽക്കാനല്ലേ പറഞ്ഞു. ജോജി. ബോബൻ സാറിന് പ്രത്യേകം താല്പര്യമുള്ളൊരു കേസായത് ആണോ? അതുകൊണ്ട് സാർ തന്നെ നേരിട്ട് ഹാജരാകും. ഇങ്ങോട്ട് വാ ജോജി. അജയ, നമ്മുടെ മോൻ. നടക്ക്. ജോജി. മാത്തുക്കുട്ടി, ഇപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഇവിടെ നിന്നാൽ മതി. മാഷെ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മാഷെ. എല്ലാരും കൂടെ എന്നെ പെടുത്തിയതാ. നീ പേടിക്കണ്ട, വക്കീൽ മിടുക്കൻ. മതി മതി, നടക്ക് ജോജി. നടക്കടാ മാഷെ. ജോജിയുടെ പള്ളി വരെ എന്നൊന്ന് കൊണ്ടുപോകും. പോയിട്ട് വരാം. ഓക്കെ, ഞാൻ വിളിക്കാം. ശരി. SC നമ്പർ 138/21 പ്രതി ജോജി. യുവർ ഓണർ, ഈ കേസിൽ 2 ദൃക്സാക്ഷികളാണുള്ളത്. കൊല ചെയ്യപ്പെട്ട സ്റ്റീഫൻ അന്ന് താമസിച്ചിരുന്നത് KN ബീച്ച് റിസോർട്ടിലായിരുന്നു. ആ രാത്രിയിൽ
ജോജി സ്റ്റീഫനെ കാണുവാൻ റിസോർട്ടിൽ വന്നിരുന്നു. PW1 ദേവസ്യ ആ ഹോട്ടലിലെ റൂം ബോയായി ജോലി ചെയ്ത വ്യക്തിയാണ്. CW1 ദേവസ്യ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. നടന്ന കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചുള്ളൂ. സർ സ്റ്റീഫൻ ഞാൻ ജോലി ചെയ്യുന്ന റിസോർട്ടിൽ സ്ഥിരമായി താമസിക്കുന്ന ആളാണ്. അന്ന് ഉച്ചയോടുകൂടിയാണ് സ്റ്റീഫൻ അവിടെ റൂം എടുത്തത്. ഈ നിൽക്കുന്ന ആള് അന്ന് റിസോർട്ടിൽ വന്നിരുന്നു. ചേട്ടാ ചേട്ടാ ഈ സ്റ്റീഫൻ റൂം ഏതാ? ഇവിടെ നിന്ന് ലെഫ്റ്റ് C1. താങ്ക്സ് സാർ. ഞാൻ റൂമിലേക്ക് ഓടി ചെന്നപ്പോൾ മരിച്ചു കിടക്കുമായിരുന്നു സാറേ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. I am for the accused, Your Honor. ദേവസ്യ, അതെ സാർ. ജോജി റൂമിൽ നിന്ന് ഓടിപ്പോകുന്നതല്ലേ നിങ്ങൾ കണ്ടത്? അതെ സാർ. സാർ അത് നിങ്ങൾ റൂമിലെത്തിയപ്പോൾ സ്റ്റീഫൻ മരിച്ചിരുന്നോ? മരിച്ചിരുന്നു സാർ. ജോജി സ്റ്റീഫനെ കൊല്ലുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? ഇല്ല, റൂമിൽ നിന്ന് ഓടിപ്പോകുന്നതേ കണ്ടുള്ളൂ. ഉടുപ്പിലും കയ്യിലും ഒക്കെ രക്തം ഉണ്ടായിരുന്നു സാർ. That's all, Your Honor. CW2 പ്രവീൺ. യെസ് യുവർ ഓണർ. ഇത് പ്രവീൺ KN ബീച്ച് റിസോർട്ടിൽ നിന്നും 1 കിലോമീറ്റർ മാറിയുള്ള പെട്രോൾ പമ്പിലെ ജീവനക്കാരനാണ്. റിസോർട്ടിലെ CCTV ഫുട്ടേജ് നശിപ്പിച്ചിട്ടാണ് പ്രതി അന്ന് അവിടെ നിന്ന് പോയത്. പക്ഷേ പെട്രോൾ പമ്പിലെ CCTVയിൽ നിന്നും പ്രതിയെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ ജോജിയുടെ വസ്ത്രത്തിൽ രക്തം പറ്റിപ്പിടിച്ചിരുന്നതും ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്.